എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബുൽമ വന്ന പേടകം അതങ്ങനെ പൊട്ടിത്തെറിച്ച് താഴേക്ക് തകർന്നു വീഴും. പക്ഷെ ജസ്റ്റ് മിസ്സിന് ആ ഒരു സൂപ്പർ ഹീറോ പയ്യൻ അവനാണെങ്കിൽ ഇപ്പൊ ബുൽമയെയും ആ കുഞ്ഞിനെ സേവ് ചെയ്യും. അവിടെ ആൾക്കാരാണെങ്കിൽ ബുൽമയുടെ അടുത്തേക്ക് ഓടിയെത്തും. ബുൽമ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ, കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? അതിനവള് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഈ പയ്യൻ കറക്റ്റ് സമയത്ത് ഇവിടേക്ക് വന്ന് എന്നെയും കുഞ്ഞിനെയും സേവ് ചെയ്തു. ഇവിടെ വെജിറ്റി ആണെങ്കിൽ ആ റോബോട്ടിനെ തന്നെ നോക്കുകയാണ്. ഓ നോ, അവൻ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല, എന്നെങ്കിലും എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചേ പറ്റൂ. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ ഇപ്പൊ വെജിറ്റ അടുത്തേക്ക് വരും. നിനക്ക് അല്പം പോലും കരുണയില്ലേ? നിന്റെ വൈഫും കുഞ്ഞുമാണ് അത്രയും വലിയ അപകടത്തിൽപ്പെട്ടത്, അവരെ രക്ഷിക്കാൻ നീ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? അതിന് വെജിറ്റ ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. അതുപോലുള്ള ബലഹീനരെ അവരെ രക്ഷിക്കാനായിട്ട് എന്റെ സമയം അത് വളരെ വാല്യുബിൾ ആണെന്ന് പറഞ്ഞ് അവൻ ആ റോബോട്ടിന്റെ പിന്നാലെ ഉഷാറായിട്ട് പോകും. അത് കേട്ട് ഇപ്പൊ സൂപ്പർ ഹീറോ പയ്യന്റെ ദേഷ്യം 10 മടങ്ങാവുകയാണ്. വെജിറ്റ ആണെങ്കിൽ ചുറ്റും നോക്കും, ആ റോബോട്ടിനെ എവിടെയും കാണാനില്ല. അവൻ ഭൂമിയിലൂടെ നടന്നു പോവുകയാണെന്ന് ഇപ്പൊ വെജിറ്റ മനസ്സിലാക്കും. അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ സ്പീഡിൽ ഈ പാറകൾക്കിടയിലൂടെ ഓടുകയാണ്. സോ എനിക്ക് അവനെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, അധിക ദൂരം അവൻ പോയിട്ടുണ്ടാവില്ല. ഇത് വില കൊടുത്തും എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തും ഞാൻ അവനെ കണ്ടെത്തുന്നു പറയും. ഇവിടെ ബുൽമയാണെങ്കിൽ അവളുടെ കുഞ്ഞിന്റെ കരച്ചിൽ അത് നിർത്താനായിട്ട് ശ്രമിച്ച് ഇപ്പോ മൊട്ടപ്പനോടും ടീമിനോടും പറയും, ആക്ച്വലി ജെറോ ഒരു ആൻഡ്രോയിഡായി മാറിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ചിത്രം ഞാനൊരു മാഗസീനിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. മൊട്ടപ്പനാണെങ്കിൽ വെജിറ്റയോട് വിളിച്ചു പറയും, വെജിറ്റ, ആ മുടിയൻ റോബോട്ട് അത് ഡോക്ടർ ജെറോയി ആണെന്നാണ് ഇവൾ പറയുന്നത്. അത് കേട്ട് വെജിറ്റ ആണെങ്കിൽ ഷോക്കായി ഇപ്പൊ അവളുടെ അടുത്തേക്ക് വരും. നീ മണ്ടത്തരം പറയാണ്, ഇത് ഞാൻ വിശ്വസിക്കില്ല. ഉൽമയാണെങ്കിൽ തീർത്തു പറയും, ഞങ്ങൾ സയന്റിസ്റ്റുകൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കാർക്കും ആ ഡോക്ടറിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ജീനിയസ് ആണ്. ഇപ്പൊ ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ രൂപം തന്നെയാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അത് കേട്ട് വെജിറ്റ പറയും, അങ്ങനെയാണെങ്കിൽ ഈ റോബോട്ട്സ് ഡോക്ടറിനെ കൊന്ന് അദ്ദേഹത്തിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവുന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അത് കേട്ട സൂപ്പർ ഹീറോ പറയട്ടെ, പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഇവിടെ സിറ്റുവേഷൻസ് എല്ലാം ചേഞ്ച് ആയിരിക്കുകയാണ്. അവൻ പറഞ്ഞ ആ 17 and 18 അവരാണ് ദ റിയൽ പവർഫുൾ റോബോട്ട്സ്. 17 എന്ന് പറയുന്നത് ഒരാൺകുട്ടിയാണ്, കറുത്ത അതൂർന്ന മുടികളുള്ള കഴുത്തിലൊരു സ്കാർഫ് കെട്ടിയ പയ്യൻ. 18ാമത്തത് അവളൊരു പെൺകുട്ടിയാണ്. എനിക്ക് അവളെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളെ കാണാൻ അതീവ സുന്ദരിയാണ്. ഷോൾഡർ വരെ മാത്രമേ അവൾക്കും ഹെയർ ഉള്ളൂ. ഒരു നിങ്ങൾ കരുതും പോലെയല്ല, വളരെ പവർഫുൾ ആണ്. പക്ഷേ മറ്റുള്ളവരുടെ പവർ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് അവർക്ക് കഴിയില്ല. എനിക്കിപ്പോ കാണേണ്ടത് ഗോകുവിനെയാണ്. അത് കേട്ട് മുട്ടപ്പം പറയും, ഗോകു ഇപ്പോ മരണത്തോട് മല്ലടിക്കുകയാണ്. അന്ന് പറഞ്ഞ ആ മാരകമായ രോഗം അത് ഗോകുവിന് പിടിവിട്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഗോകുവിനെ കാണിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ ആ മെഡിസിൻ ഗോകുവിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെജിറ്റ ആണെങ്കിൽ ബുൽമിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയും, ആ ലാബ് അത് എവിടെയായിട്ടാ ഉള്ളത്? അതിനവളാണെങ്കിൽ ദൂരത്തായിട്ട് ഒരു മല ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ആ കാണുന്ന മലയുടെ ചെരുവിലായിട്ടാണ് ആ അദ്ദേഹത്തിന്റെ ലാബ് ഉള്ളതെന്നാണ് എന്റെ ഗസ്. മൊട്ടപ്പനാണെങ്കിൽ ദേഷ്യപ്പെടും, നമ്മൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചു നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതിന് ാണെങ്കിൽ കാര്യമായിട്ട് ആലോചിച്ച് എല്ലാവരോടുമായിട്ട് പറയും, ആ ഡോക്ടറിന് പറക്കാനുള്ള ശക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പാറകൾക്കിടയിലൂടെ അവന്റെ സങ്കേതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അവനെയും അവന്റെ സങ്കേതവും എനിക്ക് കണ്ടുകിട്ടണം. പിക്കലോ ആണെങ്കിൽ അത് കേട്ട് പറയും, അവൻ ആ റോബോട്ട്സുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുൻപ് അവനെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ആ ഡോക്ടറിനെയും അതുപോലെ തന്നെ ആ റോബോട്ട്സുകളെയും ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ വെജിറ്റ ആണെങ്കിൽ മറ്റൊരു പ്ലാൻ പറയും, സത്യത്തിൽ അവരുമായിട്ട് ഏറ്റുമുട്ടി എനിക്ക് യാതൊരു ഫീലും കിട്ടിയില്ല. ആ റോബോട്ട്സുമായിട്ട് എനിക്ക് ഏറ്റുമുട്ടണം, അതിനാണ് ഞാനിപ്പോൾ അവിടേക്ക് പോകുന്നത്. സൂപ്പർ ഹീറോ ആണെങ്കിൽ വെജിറ്റയെ തടയും. നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് ഗോകു അദ്ദേഹം ബാക്ക് ടു നോർമൽ ആവുന്നതുവരെയെങ്കിലും വെയിറ്റ് ചെയ്തുകൂടെ? അതിന് വെജിറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, എന്ത് കരുതി? ഞാനും ഇപ്പൊ അവനെ പോലെ ഒരു സൂപ്പർ ജയനാണ്. മാത്രമല്ല അവന് കിട്ടാത്ത പല പവറും കഴിവും ഇപ്പൊ എനിക്കുണ്ട്. എന്നെ കൊണ്ട് അവറ്റകളെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ കടന്നുപോകും. അതിന് പിക്കലോ ആണെങ്കിൽ എല്ലാവരോടായിട്ട് പറയും, അത് ചിലപ്പോ സത്യമായിരിക്കും. അവനെ കൊണ്ട് ആ റോബോട്ട്സുകളെ തോൽപ്പിക്കാൻ കഴിയുമായിരിക്കും. അത് കേട്ട് സൂപ്പർ ഹീറോ തല താഴ്ത്തി പതിയെ താഴേക്ക് വരും. അവനെപ്പോലെ ഞാനും ഒരു സൂപ്പർ സയനാണ്. പക്ഷെ എന്നെ കൊണ്ട് പോലും അവറ്റകളെ തോൽപ്പിക്കാനായിട്ടില്ല. എന്റെ അച്ഛനെ ഒരു കാരണവശാലും ഞാൻ അപകടത്തിലേക്ക് തള്ളിവിടില്ല എന്ന് പറഞ്ഞ് അവനും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ പോവും. അത് കേട്ട് ബുൽമയാണെങ്കിൽ ഷോക്കാവും. അവൻ എന്താ പറഞ്ഞേ? ഇത് അവന്റെ അച്ഛനാണെന്നോ? അതിന് പിക്കലോ പറയും, സത്യം നീ അറിയാൻ സമയമായി. നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിന്റെ വലിയ രൂപമാണ് ഇപ്പൊ വന്നത്. അവൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്. യഥാർത്ഥത്തിൽ നിന്റെയും വജിറ്റയുടെയും മകനാണ് അവൻ. അത് കേട്ട് ബുൽമ ഷോക്കാവും. അവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള കുഞ്ഞിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ഗോഹാനോടും പൊട്ടപ്പനോടും പറയും, നമുക്ക് എത്രയും വേഗം ആ ഡോക്ടറിന്റെ ലാബ് കണ്ടെത്തണം. വെജിറ്റ അത് കണ്ടെത്തുന്നതിന് മുൻപ് നമുക്കത് നശിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബുൽമയാണെങ്കിൽ നിസ്സഹായമായി എല്ലാവരെയും നോക്കും.
അത് കണ്ട് പിക്കലോ ആണെങ്കിൽ ഗോഹാനോട് പറയും, അങ്ങനെയാണെങ്കിൽ നീ ബുൽമയെ ഗോക്കുവിന്റെ അടുത്തേക്ക് എത്തിക്ക്. നടക്കുന്ന കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറഞ്ഞ് അവർ 3 പേരും അവിടുന്ന് കടന്നുപോകും. ഗോഹാനാണെങ്കിൽ ബുൽമയെയും കുഞ്ഞിനെയും എടുത്ത് അവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ അറകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന നമ്മുടെ റോബിൻ അവൻ പുറത്തേക്ക് വരും. അയ്യോ ഇല്ല ഇല്ല, എന്നെ ഒറ്റയ്ക്കിട്ട് പോകാൻ പാടില്ല, എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകണം. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ റോബോട്ട് ഡോക്ടറിനെ കാണിക്കും. ഡോക്ടർ ആണെങ്കിൽ പാറകൾക്കിടയിലൂടെ നിർത്താതെ ഇപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറന്നുപോയാൽ തീർച്ചയായിട്ടും ആ വെജിറ്റേറിയൻ ടീമും എന്നെ കണ്ടുപിടിക്കും. സോ ഇപ്പൊ സേഫ് ഓടുന്നത് തന്നെയാണെന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് ഓടുമ്പോഴായിരിക്കും വെജിറ്റ അവന്റെ തലയ്ക്ക് മുകളിലൂടെ വന്നു പോകുന്നതായിട്ട് ഡോക്ടർ ശ്രദ്ധിക്കുക. ഓ നോ, ഇവൻ ഇപ്പോഴും എന്നെ അന്വേഷിച്ച് നടക്കുകയാണോ? അവന്റെ തൊട്ടു പിന്നാലെ ആ പയ്യനും ഉണ്ട്. സോ അതിനർത്ഥം അവര് ലക്ഷ്യം വെക്കുന്നത് എന്റെ ലാബായിരിക്കുമോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അവർക്ക് എന്റെ ലാബ് എവിടെയാണെന്ന് അറിയില്ല. അതറിയാവുന്നത് കുറച്ച് സയന്റിസ്റ്റുകൾക്ക് മാത്രമാണ്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് സമാധാനിച്ച് നിൽക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരും ആ ലാബ് ലക്ഷ്യമാക്കി പോകുന്നത് ഡോക്ടർ ശ്രദ്ധിക്കുക. ഓ നോ, അവർ ശരിക്കും എന്റെ ലാബിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കി 17നെയും 18നെയും നശിപ്പിക്കാനാണ് അവിടേക്ക് പോകുന്നത്. എങ്കിലും എന്റെ ലാബിന്റെ ലൊക്കേഷൻ അതെങ്ങനെ അവർക്കറിയാമെന്ന് പറഞ്ഞ് അവൻ കാര്യമായിട്ട് ചിന്തിക്കും. അപ്പോഴായിരിക്കും ഇതിലുണ്ടായിരുന്ന ബുൽമയുടെ മുഖം ആളുടെ മനസ്സിലേക്ക് വരിക. ഓ നോ, അതാ ബുൽമയാണ്. അവളുടെ പപ്പയും ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ലാബിനെ കുറിച്ച് അറിയാം. ഒരുപക്ഷെ അവളിലൂടെ ആയിരിക്കും എന്റെ ലാബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയത്. പക്ഷെ കുഴപ്പമില്ല, എന്റെ ലാബിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന എനിക്ക് മാത്രമാണ്. അവർക്ക് അവിടെ എത്തിയാലും കറക്റ്റായിട്ട് എന്റെ ലാബ് കണ്ടെത്താൻ ഒരുപാട് സമയം വേണ്ടിവരും. അതിനുള്ളിൽ ഉറപ്പായിട്ടും ഞാൻ അവിടേക്ക് പോയി 17നെയും 18നെയും ആക്ടിവേറ്റ് ചെയ്യുന്നു പറയും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ബുൽമയും റോബിനും ഗോഹാനും അവർ 3 പേരും പതിയെ ഫ്ലൈ ചെയ്ത് പോവാണ്. ബുൽമയാണെങ്കിൽ ഗോഹാനോട് പറയും, ഈ തടിയനുള്ളതുകൊണ്ടാണ് നമുക്ക് അധിക സ്പീഡിൽ പോകാൻ കഴിയാത്തത്. റോബിൻ, നിനക്ക് വിരോധമില്ലെങ്കിൽ നടന്നു വന്നൂടെ? അവനാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, വേണമെങ്കിൽ നീ നടന്നു വായോ. ഇമ്മയ്ക്കാണെങ്കിൽ അത് കേട്ട് അവളുടെ ദേഷ്യം അതിരട്ടിയാവുകയാണ്. മറ്റൊരു ഭാഗത്ത് വെജിറ്റയും അവന്റെ ഫ്യൂച്ചർ മകനും അവർ 2 പേരും ഫ്ലൈ ചെയ്യുകയാണ്. വെജിറ്റയാണെങ്കിൽ അവനോട് പറയും, കൊണ്ട് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, എനിക്ക് വളരെ സ്പീഡുണ്ടെന്ന് പറഞ്ഞ് അവൻ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് കുതിച്ചു പായും. അത് കേട്ട് നമ്മുടെ സൂപ്പർമാൻ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ബുൽമ അവന്റെ പപ്പ വെജിറ്റയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ ആലോചിക്കും. എന്നിട്ട് ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെ അവന്റെ പിന്നാലെ പോയി അവർ 2 പേരും ഇപ്പോ ഒരേ സ്പീഡിൽ ഫ്ലൈ ചെയ്യുകയാണ്. വെജിറ്റ ആണെങ്കിൽ അപ്പോഴായിരിക്കും മനസ്സിലാക്കുക, ഓ ഇവനും ഒരു സൂപ്പർ സയനാണല്ലോ, ആ കാര്യം ഞാൻ വിട്ടുപോയി, എന്തായാലും ഇവനൊരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അവന്റെ സ്പീഡ് കൂട്ടും. ഇവിടെ ഒരു ഭാഗത്ത് ആ ഒരു ഡോക്ടർ ആളവിടെ ലാബ് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മൊട്ടപ്പന ടീം അവരെങ്ങനെയെങ്കിലും വജീറ്റയ്ക്ക് മുൻപായിട്ട് ആ ലാബ് കണ്ടെത്താൻ ശ്രമിക്കും. ഇവിടെ വജീറ്റയും അദ്ദേഹത്തിന്റെ മകനും 2 പേര് ഇഞ്ചോടിഞ്ച് മത്സരിച്ച് അങ്ങനെ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. സൂപ്പർ ഹീറോ ആണെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കും, ഒരു കാരണവശാലും അച്ഛനെ ഒറ്റയ്ക്ക് ഈ യുദ്ധക്കളത്തിലേക്ക് ഞാൻ പറഞ്ഞു വിടില്ല. അറ്റ്ലീസ്റ്റ് ഗോക്കു അവൻ ഓക്കെ ആവുന്നവരെങ്കിലും അദ്ദേഹത്തെ ഞാൻ പിടിച്ചു നിർത്തും. ഇവിടെ വെജിറ്റ ആണെങ്കിൽ ഉറപ്പിക്കും, എന്റെ വിജയം ഞാൻ ആർക്കും പങ്കിടില്ല, 17നെയും 18നെയും എനിക്ക് ഒറ്റയ്ക്ക് തകർത്ത് സയാൻ വംശത്തിന്റെ അഭിമാനമായി മാറണം. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ ഗോക്കു ആണെങ്കിൽ ആ റോബോട്ട്സുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ സ്വപ്നം കണ്ട് നല്ല രീതിയിൽ ഡിസ്റ്റർബ്ഡായി ഉച്ചത്തിൽ നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങും. അവന്റെ വൈഫാണെങ്കിൽ ഇപ്പൊ അവനെ സമാധാനപ്പെടുത്തുകയാണ്. അതേസമയം ഹാൻസം ബോയ് ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള മെഡിസിൻ അത് ചെക്ക് ചെയ്യും. ഞാൻ കൊടുത്തിട്ട് ഒരുപാട് സമയമായി, പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഗോക്കു ഇപ്പോഴും പൂർണ്ണമായിട്ടും ക്യൂർ ആവാത്തത്? മറ്റൊരു ഭാഗത്ത് ഗോഹാനാണെങ്കിൽ നമ്മുടെ ഉണ്ടപ്പൻ റോബിനെയും ബുൽമയെയും കുഞ്ഞിനെയും ഒക്കെ തൂക്കിയെടുത്ത് ഇപ്പോഴും പറന്നുകൊണ്ടേയിരിക്കുകയാണ്. റോബിനാണെങ്കിൽ ഇപ്പൊ ബുൽമയോട് പറയും, നിന്റെ മകൻ കാണാനൊക്കെ അടിപൊളിയാണ്, പക്ഷെ അവന് അവന്റെ അച്ഛന്റെ സ്വഭാവമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് കേട്ട് ബുൽമയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് അവർ 3 പേരും ഒരു കാട്ടിലേക്ക് പോയി വീഴും. പിന്നീട് വീണ്ടും പറന്നുയരുകയാണ്. അവനാണെങ്കിൽ റോബിനോട് പറയും, നീ കരുതും പോലെയല്ല, വെജിറ്റ അത്ര ദുഷ്ടനൊന്നും അല്ല. മാത്രമല്ല വെജിറ്റയുടെ ബാഡ് ആയിട്ടുള്ള നേച്ചറൊന്നും അവന്റെ മകന് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല എന്റെ പപ്പയ്ക്കുള്ള ആന്റിഡോട്ട് കൊണ്ടുവന്നതും അവനാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് ഇവിടേക്ക് വന്ന് ഈ കാര്യങ്ങളെല്ലാം അവനാണ് പറഞ്ഞു തന്നത്. സോ ശരിക്കും ഒരു നല്ല ആളാണെന്ന് പറഞ്ഞ് അവർ കടന്നുപോകും. കട്ട് ചെയ്താ ഇവിടെ മൊട്ടപ്പനും മാർഷൽ ആർട്സ് മാനും പിക്കലോയും അവർ 3 പേരും ആ മലനിരകൾക്കിടയിലേക്ക് വന്നിരിക്കുകയാണ്. ഓ നോ, ഇവിടെ എവിടെയാണ് അവന്റെ ലാബ് എന്നറിയില്ല. നമ്മൾ 3 പേരും 3 ഭാഗത്ത് പോയി അന്വേഷിക്കണം. അതിനുശേഷം ആരാണോ ആ ലാബ് കണ്ടെത്തുന്നത് അവർ ഞൊടിയിടയിൽ അവരുടെ പവർ വർദ്ധിപ്പിക്കണം. ആ ഒരു സിഗ്നൽ കിട്ടി ഒക്കെയുള്ളവരും അവിടേക്ക് വരുന്നു പറയും. അതിന് മൊട്ടപ്പനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് ഇപ്പൊ സെൻസുബീൻ അത് 2 വെച്ച് അവർ 3 പേരും വീതിച്ചെടുക്കുകയാണ്. പിന്നീട് അവർ 3 ഭാഗത്തേക്ക് ആ ലാബ് അന്വേഷിച്ചു പോകും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത താഴെ ആ ഒരു ഡോക്ടർ അവനാണെങ്കിൽ ഹായ് ആയിട്ട് നമ്മുടെ ആൾക്കാരുടെ മൂവ്മെന്റ്സ് നോക്കുകയാണ്. അടുത്ത നിമിഷം മൊട്ടപ്പൻ അതുവഴി പോകുന്നത് കണ്ട ഡോക്ടർ ആണെങ്കിൽ മൊട്ടപ്പനെ പിടിച്ചു വലിച്ച് അവനെ അറഞ്ച പുറഞ്ഞ് തല്ലുകയാണ്. മൊട്ടപ്പൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന സമയം പിക്കലോ അതുവഴി പാസ് ചെയ്യും. സോ അവനാണെങ്കിൽ മൊട്ടപ്പനെ ഉപേക്ഷിച്ച് ഇപ്പൊ പിക്കലോടെ പിന്നാലെ പോവുകയാണ്. അത് കണ്ട് മൊട്ടപ്പൻ അവൻ ശ്വാസമൊക്കെ വലിച്ചു നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.